വരെ അവർ ആട്ടും തുപ്പും നടത്തിയ, അവർ ഇന്നലെ വരെ ഉപദ്രവിച്ച, ഇന്നലെ വരെ അവർ ചീത്ത പറഞ്ഞ, അവർ മാറ്റി നിർത്തിയ അടിമകളോടൊപ്പം നാളെ ഇനി ഒരേ സഫിൽ നിന്ന് നമസ്കരിക്കുക, അവരോടൊപ്പം ഒരുമിച്ച് സുജൂദ് ചെയ്യുക. തൻ്റെ മുന്നിലെ വരിയിൽ ഒരടിമ നിൽക്കുന്ന വേളയിൽ അതിൻ്റെ പിന്നിൽ പോയി ഞാൻ, അഥവാ അവരുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം വളരെ വലുതാണ്, ഞാൻ ഖുറൈശി പ്രമുഖനായ ഖുറൈശി പ്രമാണിയായി ഞാൻ സുജൂദ് ചെയ്യുക, അവരെ സംബന്ധിച്ചത് വളരെ മോശത്തരാണ്. ആ ഈഗോ അവിടെ ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലായിട്ടും അത് സ്വീകരിക്കുന്നതിൽ അവർ തടഞ്ഞിട്ടുണ്ട്. ബിലാലിൻ്റെയും ഖബ്ബാബിൻ്റെയും അമ്മാറിൻ്റെയും യാസിറിൻ്റെയും കൂടെ ഞാൻ എങ്ങനെ നിൽക്കുക, അവരോടൊപ്പം എങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുക, അത് അവർക്ക് വലിയ പ്രയാസമായിരുന്നു. അത് അവരെ സംബന്ധിച്ചൊരു പരീക്ഷണമാണ്. നമ്മൾ ആ കാലത്ത് നിന്ന് മാറി നമ്മൾ ഇന്ന് എന്ത് മനുഷ്യരാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഒരുപക്ഷെ ആ കാലത്താണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ ചിന്തയും അങ്ങനെ ആയിരുന്നേനെ. ആ ചിന്ത ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ആ രീതി ഒരു പരീക്ഷണമാണ്. അതേപോലെയുള്ള പരീക്ഷണങ്ങൾ, അതേപോലെ അവർക്ക് അന്നുള്ള പരീക്ഷണങ്ങളിൽ മറ്റൊരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അഥവാ പാരമ്പര്യമായി തുടർന്നു പോരുന്ന കുടുംബത്തിൻ്റെ രീതി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതി തെറ്റിക്കണം. ഇസ്ലാം ശരിയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇസ്ലാം ശരിയാണെന്നൊക്കെ അറിയാം. പക്ഷേ മുസ്ലിം ആവണമെങ്കിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാരമ്പര്യ രീതികളെ തെറ്റിക്കണം. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലെയും എല്ലാ ജനറേഷനുകളിലെയും ഏതെങ്കിലുമൊക്കെ ആൾക്ക് ആ കുടുംബത്തിൻ്റെ 20-30 പിന്നിലേക്കുള്ള പിതാക്കന്മാരുടെ പേര് തെറ്റാതെ ഓർഡറിൽ പറയാൻ കഴിയുന്ന ആ തരത്തിൽ കുടുംബത്തിൻ്റെ മഹിമ, എത്രയോ കാലം മുന്നേ മുതൽ ഞങ്ങളുടെ കുടുംബം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഉഷാറാണ്, ഭയങ്കര മേന്മയുള്ള കുടുംബമാണ് എന്ന് വീമ്പ് പറഞ്ഞിരുന്ന ആളുകളാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച്, ആ ആളുകളുടെ സിസ്റ്റം സംബന്ധിച്ച് ഈ ഉപ്പമാർ അല്ലെങ്കിൽ തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളുടെ പാരമ്പര്യത്തിൽ തുടർന്നു പോകുന്ന ആ ഒരു സിസ്റ്റം മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു പരീക്ഷണമാണ്. ഈ തരത്തിൽ ചരിത്രത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്കും നമ്മുടെ ഇടയിലും ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ച് സത്യത്തിൽ നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ബോധ്യം ഉണ്ടാവുന്നതാണ്. നമുക്ക് ഈ കാലത്ത് ജീവിച്ച് ഏറ്റവും നല്ല മുസ്ലിമായി എല്ലാ കാലത്തും പരീക്ഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞോട്ടെ, ആ എല്ലാ കാലത്തെയും പരീക്ഷണങ്ങൾ അതിജീവിച്ച് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഏറ്റവും നന്നായി ജീവിച്ച് ആ പരീക്ഷണങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ കാലത്തുള്ള പരീക്ഷണത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവുന്നതാണ്. എന്ത് പരീക്ഷണമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്? അപ്പോൾ നമുക്കൊരു കാര്യത്തെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ എതിർക്കേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ ഒഴുക്കിൽ അങ്ങനെ മുന്നോട്ട് പോകും. പരീക്ഷണത്തെ അറിയാതിരുന്നാൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് നമ്മൾ വിധേയപ്പെട്ട് എന്ത് ചെയ്യും? ഒഴുക്കിലൂടെ മുന്നോട്ട് പോകും. ഇപ്പോൾ അന്നത്തെ കാലത്തുള്ള അബൂജഹലിനെയും അബൂലഹബിനെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടായിരുന്ന ഒരാളാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്നൊരു വ്യക്തി. നിങ്ങളുടെ ചരിത്രത്തിൽ അബൂ സുഫിയാൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രമാണിയായിരുന്നു. അബൂ സുഫിയാൻ അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും പോലെ തന്നെയായിരുന്നു. പോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിൽ ഉഹദ് യുദ്ധം കേട്ടിട്ടില്ലേ? ഉഹദ് യുദ്ധം നയിച്ചത് അബൂ സുഫിയാനാണ്. ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ യുദ്ധമാണ്. ആ യുദ്ധം നയിച്ച ആൾ അബൂ സുഫിയാനാണ്. ആ യുദ്ധത്തിൻ്റെ തലവൻ അബൂ സുഫിയാനാണ്. ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം അബൂ സുഫിയാൻ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു കച്ചവട സംഘം, ആ ഒരു കച്ചവട സംഘത്തെ തടയാൻ പോയതാണ് പ്രവാചകൻ. അതാണ് പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്ര വലിയ പ്രമാണിയാണ്. ഒരുപക്ഷെ ഖുറൈശികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളുകൾ എണ്ണം പറഞ്ഞാൽ അബൂജഹലിനെ, അബൂലഹബിനെയും അബൂ സുഫിയാനെയും എണ്ണുമായിരുന്നു. അത്രമേൽ പ്രധാനപ്പെട്ട ആളാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ അവസാനം എങ്ങനെ മരണപ്പെട്ടത്? മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടത്. നമുക്ക് ഈ ചരിത്രപരമായിട്ട് ചില വിഷയങ്ങളിൽ വ്യക്തമായ ബോധ്യമാണ്. അബൂ സുഫിയാൻ മരണപ്പെട്ടത് മുസ്ലിമായിട്ടാണ്. അതായത് ചില കാലഘട്ടങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി പുനർചിന്തിക്കാൻ പറ്റിയാൽ ആർക്കും മാറാം. എന്നാൽ ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്തിട്ടില്ലെങ്കിൽ, എന്താണ് പ്രശ്നമെന്നോ എന്താണ് പരീക്ഷണമെന്നോ ആലോചിക്കുകയേ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒഴുക്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ അറിയ പോലുമില്ല അങ്ങനെ ഒരു പ്രശ്നം നമ്മളുണ്ട് എന്നുള്ളത്. ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നം.
പടച്ചോൻ സൂറത്തുൽ അസ്ർ, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ അസ്ർ എന്ന് പറഞ്ഞാൽ. പടച്ചോൻ ആ അധ്യായത്തിൽ 3 വചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഈ ഒറ്റ അധ്യായം മതി, ഈ ഒറ്റ സൂറത്ത് മതി, വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തും ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും മനുഷ്യർക്ക് അത് മതിയാവുമായിരുന്നു. നമ്മൾ ആലോചിക്കണം, ഇത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ 6000-ലധികം വചനങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ വെറും 3 വചനങ്ങളുള്ള സൂറത്തുൽ അസ്ർ ഇറങ്ങിയിട്ട് മറ്റൊരു സൂറത്തും ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും അത് മതിയായിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ്. അതിനർത്ഥം അത്രയും കനതുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ അസ്ർ പറയുന്നത് അറിയോ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യർ നഷ്ടത്തിലാകുന്നു. അതിനർത്ഥം എന്താ അറിയോ? ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ അതിനാണ്. ഇതിന് പല സാഹചര്യങ്ങൾ വെച്ച് പല അർത്ഥങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഈ പരീക്ഷണങ്ങളുടെ ഒരു അവസ്ഥയിൽ അതിന് പറയാവുന്ന അർത്ഥം എന്താണെന്നറിയോ? ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നോർമലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്ന ഒരാൾ എന്തായാലും നഷ്ടത്തിലായിരിക്കും. അതായത് ഈ കാലത്ത് എല്ലാവരും എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും മുന്നോട്ട് പോകേണ്ടത്. ആ എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്ന വഴിയിൽ നിന്നും ഒരു മാറ്റം എനിക്ക് വേണ്ട എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പടച്ചോൻ പറഞ്ഞ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നമ്മൾ നഷ്ടത്തിലായിരിക്കും എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പോൾ ഈ കാലത്തിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ നോർമലൈസ്ഡായി സ്വാഭാവികവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തൻ്റെ കാലത്തുള്ള പ്രശ്നങ്ങളെ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. തൻ്റെ കാലത്തുള്ള പരീക്ഷണങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കാലത്തുള്ള പരീക്ഷണങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്രശ്നങ്ങൾ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ആലോചിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതുപോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ പ്രശ്നങ്ങൾ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ആ സമയത്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് നമ്മുടെ ഈ കാലത്തെ പരീക്ഷണം? നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ പാരമ്പര്യ ബോധം ഉണ്ടോ ആർക്കെങ്കിലും? നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഒരുപാട് 100 കൊല്ലം മുന്നുള്ള ഉപ്പമാരുടെ അതേപോലെയാണ്. നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കാലത്തെ പ്രശ്നം അതല്ല. അമിതമായ പാരമ്പര്യ ബോധം നമുക്കില്ല. അതേപോലെ ചില ആളുകൾ അധമരും ചില ആളുകൾ മേന്മയുള്ള ആളുകളാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടോ? ഈ കാലത്തുണ്ടോ? ഇല്ല. ഈ കാലത്തെ സംബന്ധിച്ച് മനുഷ്യരിൽ ഏതെങ്കിലും വിഭാഗം മോശക്കാരാണ്. ഇതൊക്കെയാണ് മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. ഏതെങ്കിലും ആളുകൾ മോശക്കാരാണ്, അല്ലെങ്കിൽ കുറച്ചൊരു 100 കൊല്ലം മുന്നേ നമ്മളെ കേരളത്തിലുണ്ടായിരുന്ന ജാതീയ സിസ്റ്റമൊക്കെ 100 കൊല്ലത്തിലേക്കൊന്നും പോകണ്ട, ഈ അടുത്ത് വരെ ഉണ്ടായിരുന്ന ഇപ്പോഴും ചില ആളുകൾക്കിടയിലൊക്കെ ഉണ്ട്. അത്തരം ഒരു ജാതീയ ചിന്ത നമുക്കുണ്ടോ? ഇല്ല. എസ്പെഷ്യലി ഇസ്ലാമിൽ അതില്ല. പക്ഷേ സമൂഹത്തിലും കൾച്ചറിലും അതൊരു സ്വാഭാവിക പ്രക്രിയ ആയിട്ടില്ല. ഏതെങ്കിലും ആളുകൾ മോശക്കാർ, ഏതെങ്കിലും നിറക്കാർ മോശക്കാർ, ഏതെങ്കിലും നാട്ടുകാർ മോശക്കാർ, ഞങ്ങളൊക്കെ ഉഷാറായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ പരീക്ഷണം. സത്യത്തിലേക്ക് എത്താനുള്ള പരീക്ഷണം ഒന്നുമല്ല. പിന്നെ നമ്മളെ പരീക്ഷണം എന്താണ്? നമ്മളെ സംബന്ധിച്ച് നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒരുപാട് ആശയങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രിൻസിപ്പിൾസാണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ. ഈ പ്രിൻസിപ്പിളും ഐഡിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ആശയം, ഒരു കൺസെപ്റ്റ്, ഒരു ആശയം. അതങ്ങനെ വെറുതെ വിശദീകരിക്കാൻ കഴിയുന്നൊരു സാധാരണ ഒരു ആശയം എന്ന് പറഞ്ഞാൽ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരാശയം തന്നെയാണ് പ്രിൻസിപ്പിളും, പക്ഷേ അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ വരും. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ബാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ വസ്ത്രധാരണത്തെ സംബന്ധിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിച്ചോ. അത് നമ്മൾ വസ്ത്രം ധരിക്കുന്ന എല്ലാ മേഖലയും ബാധിക്കും. അതേപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മൾ പോലും അറിയാതെ ബാധിച്ച, നമ്മളെ മനസ്സിലേക്ക് കയറിയ ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് പ്രിൻസിപ്പിൾസുമാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പരീക്ഷണം. അത് മാത്രമെന്നല്ല, അതാണ് ഏറ്റവും വലിയ പരീക്ഷണം. എങ്ങനെ നമ്മൾ ഇത്തരം പ്രിൻസിപ്പിൾസ് എങ്ങനെ നമ്മുടെ തലയിൽ കയറുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ എങ്ങനെ നമ്മളതിന് അഡിക്റ്റഡ് ആകുന്നത്? എന്തിലൂടെയാണ്? സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോഷ്യൽ മീഡിയക്ക് നമ്മളെ ഒപ്പീനിയനെ മാറ്റാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടോ?
ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗമന രാജ്യം എന്നൊക്കെയുള്ള രീതിയിൽ അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? US, അമേരിക്കയാണ്. ആ അമേരിക്കയിൽ ലോകത്ത് ഏറ്റവും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് ഏത് രാജ്യത്തെ പറ്റിയാണ്? അമേരിക്കയെ പറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് വേറൊരു രാജ്യത്തിൻ്റെയും പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ് ഇന്നയാളാണെന്നുള്ളതോ പ്രസിഡൻ്റായിട്ട് വിജയിച്ച ആൾ ഇന്നയാളാണെന്നുള്ളതോ വേറൊരു വിഷയത്തിലും വലിയ ചർച്ചയാവാറില്ല. അമേരിക്കയെ സംബന്ധിച്ച് വലിയ ചർച്ചയാവാറുണ്ട്. ഇപ്പോൾ ആരാണ് അമേരിക്കയുടെ പ്രസിഡൻറ്റ്? ആരാ? ട്രംപാണോ ജോ ബൈഡൻ ആണോ? ജോ ബൈഡൻ. എന്നാ ട്രംപ് വരിക? നാളെ ട്രംപ് വരും. ഇതുവരെ ആരാണ്? ജോ ബൈഡൻ. ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ ഇലക്ഷൻ നടന്നു. അവിടുത്തെ പ്രക്രിയ സംബന്ധിച്ച് ഇലക്ഷൻ നടന്നതിന് ശേഷവും നിലവിലുള്ള പ്രസിഡൻ്റ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു 2 മാസത്തും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത്? ജനുവരി 20 എപ്പോഴും സ്ഥിരമായിട്ടുള്ള തീയതി. ജനുവരി 20 പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുക. നിലവിൽ ആരാണ്? ജോ ബൈഡനാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തിനെ സംബന്ധിച്ച് മുന്നത്തെ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡൻറ്റും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുമോ? നമ്മൾ ഇന്ത്യക്കപ്പുറം കഴിയുമോ? ഇല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമേരിക്ക അത്രയും ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമുക്കിത് പറ്റുന്നത്. ഞാൻ പറയുന്നത്, ഈ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇതിന് മുന്നേ പ്രധാനമന്ത്രി ആയിട്ടുണ്ടോ? ഉണ്ട്. ഒരു ടേം കൂടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ജോ ബൈഡന് തൊട്ട് മുമ്പും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ട്രംപിൻ്റെ ആദ്യത്തെ ഭരണകൂടത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ അലിഗേഷൻ, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേസ് ഉണ്ട്. എന്താ അറിയോ? ഫേസ്ബുക്കാണ് ട്രംപിനെ വിജയിപ്പിച്ചതെന്ന്. നമ്മൾ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ചർച്ചയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യത്തിലൊന്നായ ഏറ്റവും വലിയ ഇലക്ഷൻ നടക്കുന്ന, ഇലക്ഷൻ പോലും ലോകത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്ന, അധികാരം മാറിയാൽ പോലും ലോകത്തെ എല്ലാ ആളുകളും അറിയുന്ന വലിയ രാജ്യത്തിൻ്റെ ഇലക്ഷനെ നിയന്ത്രിക്കാൻ പോലും എന്തിന് പവറുണ്ട്? സോഷ്യൽ മീഡിയക്ക്, അഥവാ ഫേസ്ബുക്ക് അടക്കമുള്ള മീഡിയകൾക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ലൈഫ് എടുത്ത് നോക്കിയാൽ, നമ്മളൊരു സാധനം വാങ്ങുന്നു, ഒരു സാധനം ഷോപ്പ് ചെയ്യുന്നു, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെയോ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡിനെയോ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നമ്മളൊരു സാധനം വാങ്ങാൻ പോവുകയാണ്, ഏത് ബ്രാൻഡ് വാങ്ങണം, ഏത് ടൈപ്പ് വാങ്ങണം എന്നതിനെ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഷുവർലി ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മുടെ പ്രയോറിറ്റികൾ, ഇതിനെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇത് നിരന്തരം നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്? കണ്ടൻറ്റുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനർത്ഥം അത് മൊത്തം മോശം എന്നല്ല പറയുന്നത്, അത് മുഴുവൻ മോശം എന്നല്ല പറയുന്നത്. പക്ഷെ നിരന്തരം എന്ത് ചെയ്യാണ്? നമ്മളിലേക്ക് ആശയങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, റിപ്പീറ്റഡ്ലി തന്നുകൊണ്ടിരിക്കുകയാണ്. ആ തന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിലേക്ക് കയറിപ്പോകുന്ന ആശയങ്ങൾ, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആശയങ്ങളാണ്. നമ്മുടെ തലയിലേക്ക് കയറി പോകുന്ന ആശയങ്ങൾ, ഓക്കെ, അത് തിരഞ്ഞെടുക്കാം, ഇത് ഒഴിവാക്കാം. നമുക്ക് അങ്ങനെ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഇല്ല. നമ്മൾ നോർമലി ആ ഫീഡിലേക്ക് കയറുകയാണ്, നോർമലി റീൽസിൻ്റെ ഒരു വിൻഡോയിലേക്ക് കയറുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താണോ അത് തരുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ളൊരു മേഖലയായിരിക്കും അവർ തരുന്നത്. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയ, നമുക്കിഷ്ടമുള്ളൊരു ഫീൽഡായിരിക്കാം. ഇഷ്ടമുള്ള ഫീൽഡിൽ നമുക്കിഷ്ടമുള്ളതോ നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കിയതോ ആയ ആഖ്യാനങ്ങളായിക്കൊള്ളുന്നില്ല. ഇഷ്ടപ്പെട്ട ഫീൽഡാണ്, പക്ഷെ ഇഷ്ടപ്പെട്ട നറേഷനോ ഇഷ്ടപ്പെട്ട നിലപാടോ അല്ല നമ്മുടെ മുന്നിലേക്ക് വരിക. ആ നിലപാടിനെയും നറേഷനെയും ആഖ്യാനത്തെയും കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ നിഷ്കളങ്കരും വളരെ സന്മനസ്സുള്ള ആളുകളൊക്കെയാണ് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി, നമ്മൾ നല്ല മനുഷ്യരാകാൻ വേണ്ടി, നല്ല പൗരന്മാരും പൗരകളുമാകാൻ വേണ്ടി നമുക്ക് കണ്ടൻറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കുന്ന, സ്പെസിഫൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി നോ. അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു നെസസിറ്റി. അവരെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അവരെ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ അവരെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൂ. പിന്നെ അവർക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളുടെ എന്താണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് വിറ്റെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രം. പ്യുവർലി മെറ്റീരിയലിസ്റ്റിക്, ഭൗതികപരമായ മെറ്റീരിയലിസ്റ്റിക്കായ കാരണങ്ങൾക്കപ്പുറം മറ്റൊരു കാരണം അവരെ സംബന്ധിച്ചില്ല. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കാൻ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നിലപാടുകൾ മാറുന്നുണ്ടോ നമ്മൾ അനലൈസ് ചെയ്യണ്ടേ? നമ്മളെ ചിന്തകൾ മാറുന്നുണ്ടോ നമ്മൾ അനലൈസ് ചെയ്യണ്ടേ? ഒരു വിഷയത്തിൽ നമ്മുടെ ഒപ്പീനിയൻ, നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന ആംഗിൾ മാറുന്നു നമ്മൾ അനലൈസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അനലൈസ് ചെയ്യണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമകൾ,
സീരീസുകൾ, ആഡുകൾ, പരസ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത് 2014 രാഷ്ട്രീയ മാറ്റത്തിൽ ആരാണ് അധികാരത്തിലേക്ക് കയറിയത്? നരേന്ദ്രമോദിയാണ്, BJP ആണ്. ഇതിനുള്ള പണി അവർ എന്നെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ കാരണമായത് BJPയുടെ അധികാരത്തിന് 2002 NDA അധികാരത്തിൽ കയറിയിട്ടുണ്ട്, BJP സഖ്യ അധികാരത്തിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഒരു പതിറ്റാണ്ടിനുള്ളിൽ നടന്ന ബാബരി മസ്ജിദ് ധ്വംസനമാണ്. ബാബരി മസ്ജിദ് പൊളിക്കുകയും ഒരു രാമക്ഷേത്രം ഞങ്ങളിവിടെ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയുകയും ആ രാമക്ഷേത്രത്തിനായി എല്ലാ ഹിന്ദുക്കളും ഐക്യപ്പെടണമെന്ന് പറയുകയും ആ രാമക്ഷേത്രം ഒരു വലിയൊരു ആവശ്യമായിട്ട് ഉയർത്തുക ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് BJPക്ക് അധികാരത്തിൽ കയറാൻ കഴിഞ്ഞത്. ഇതിനുള്ളൊരു പ്ലോട്ട് അതിനുശേഷം 2014 വരുമ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്, ഞങ്ങളിത് നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ളൊരു നറേഷനാണ് അവർ അധികാരത്തിലെത്തിയത്. ഈ ഒരു പ്ലോട്ട് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നറിയോ? ഒരുപാട് മുന്നെയാണ്, 1970കളിലും 80കളിലൊക്കെയാണ്. നിങ്ങളും ചിലപ്പോൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും, രാമായണം സീരിയൽ കണ്ടിട്ടുണ്ടോ? രാമായണം സീരിയൽ ആരും കണ്ടിട്ടില്ല? ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ വിഷനിൽ സ്ഥിരമായി, ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷൻ അല്ലേ, ഇന്ത്യ വിഷനാണെന്ന് എൻ്റെ ഓർമ്മ. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചാനലാണ് ഐ തിങ്ക് ഇന്ത്യ വിഷൻ. അതിൽ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നൊരു ഒരു സീരിയലാണ്. അതിൽ വളരെ പ്രകടമായി വർഗീയതൊന്നും പറയില്ല, പക്ഷെ അതിൽ രാമൻ ജനിച്ചൊരു സ്ഥലം ഇന്ത്യയിലുണ്ടെന്നുള്ളതും ആ സ്ഥലത്ത് രാമൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായെന്നുള്ളതും അത് പിന്നീട് പൊളിച്ച് ചില ആളുകൾ അതിക്രമിച്ചതാണ്, കയ്യേറിയതാണ് എന്നുമൊക്കെയുള്ള ചിന്തകൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ വളരെ വളരെ ലൗഡായി അങ്ങ് തുറന്നു വിട്ടു. അത് ഫേക്ക് നറേറ്റീവോ ഉള്ള നറേറ്റീവോ ഏതാണെന്ന് നമുക്കറിയില്ല. ഏതാണെങ്കിലും തെളിവുകളില്ലാത്ത നറേറ്റീവാണ്. ഒരു തെളിവും ചരിത്രപരമായിട്ട് ഉന്നയിക്കാൻ കഴിയാത്ത നറേറ്റീവാണ്. അപ്പോൾ തെളിവുകളില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഫേക്ക് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവ് ബിൽഡ് ചെയ്യാനും ആ ഫേക്ക് നറേറ്റീവ് കാരണം 1 ബില്യണിലധികം 100 കോടിയിലധികം ജനങ്ങളുടെ തീരുമാനത്തെ മാറ്റാനും അത് വോട്ടാക്കി മാറ്റാനും വലിയ വലിയ ഗുജറാത്ത് കലാപം പോലെ, നെല്ലി കലാപം പോലെ, 10ലധികം സ്ഫോടനങ്ങൾ പോലെ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനും അത് പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട വലിയ ഭരണമാറ്റത്തിലേക്ക് നയിക്കാനൊക്കെ കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എത്രത്തോളമാണ് ഒരു സീരീസിന്, ഒരു സിനിമക്ക്, ഒരു ദൃശ്യമാധ്യമത്തിന്, വിഷ്വൽ മീഡിയയ്ക്ക് എത്രത്തോളമാണ് അതുദ്ദേശിക്കുന്ന ഒരു കണ്ടൻറ്റ് പ്യുവർലി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ എത്ര ആലോചിക്കണം. അതുദ്ദേശിക്കുന്ന കണ്ടൻറ്റ് വളരെ പ്യുവറായി, വളരെ സ്ട്രെയിറ്റായി, വളരെ ഡയറക്റ്റായി നമ്മളെ തലയിലേക്ക് കൊണ്ടുവന്നിടാനുള്ള പവർ അത് വളരെ വലുതാണ്. അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പലപ്പോഴും ഇങ്ങനെ കിട്ടിയ പല ആശയം നമ്മുടെ കയ്യിലുണ്ടാവും. ഇങ്ങനെ സോഷ്യൽ മീഡിയയോട് കിട്ടിയ ആശയമോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലൂടെ കിട്ടിയ ആശയമോ, അങ്ങനെ പല ആശയങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക എന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടിയാന്നല്ല വിചാരിക്കുക. നമ്മൾ വിചാരിക്കുക ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇത് നമ്മളെ പ്രശ്നമല്ല, അത് മനുഷ്യരുടെ രീതി അങ്ങനെയാണ്. അവർ ബയാസ്ഡ് ആയാൽ ബയാസ്ഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാവില്ല. മനസ്സിലായ പിന്നെ തെറ്റിദ്ധരിക്കലാവില്ലല്ലോ. തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായൊരു കാര്യത്തെ ശരിയാണെന്ന് മനസ്സിലാക്കലാണ് തെറ്റിദ്ധരിക്കൽ. അത് ബോധ്യപ്പെടുന്ന സമയം മുതലേ തെറ്റിദ്ധരിക്കലല്ല. ഓക്കെ, ശരിയായ ധാരണയായി മാറി. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യന് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മുന്നിൽ കുറേ അറിവ് കിട്ടി, ആ അറിവ് കിട്ടിയാൽ ഞാൻ ശരിയായ ഒന്നിനെ തിരഞ്ഞെടുത്തു, അങ്ങനെ നമ്മൾ വിചാരിക്കും ഓരോ വിഷയത്തിലും. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ തിരഞ്ഞെടുത്താണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെ അല്ലെങ്കിലും അത് നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അത് നമ്മൾ ഓരോ നിലപാടുകളെയും സ്വാധീനിക്കും, ഓരോ തീരുമാനങ്ങളും സ്വാധീനിക്കും. എനിക്കതാണ് ശരിയായി തോന്നുന്നത്, അതാണ് ഏറ്റവും ശരി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയാണ്. അതൊക്കെ ആയിരിക്കും നമ്മൾ ടോണ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ പറയുന്നതോ പുറത്ത് പറയുന്നതോ ഒക്കെ അതായിരിക്കും. അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ വരാൻ പാടില്ലല്ലോ. കാരണം അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരം എന്താണ്, നമ്മളിങ്ങനെ ആലോചിച്ച് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശരി. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഈ കാലത്തെ വൈസനമായി നമ്മൾ പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന്, വളരെ വളരെ വേഗത്തിൽ. ഇപ്പോൾ വേണമെങ്കിൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത മാസം ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന 20നും 25നും പ്രായത്തിനിടയിലുള്ള കേരളത്തിലെ ആൺകുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾ ഏത് ടൈപ്പ് വസ്ത്രം വാങ്ങണമെന്ന് തീരുമാനിക്കാൻ മാർക്ക് സുക്കർബർഗിന് പറ്റൂലേ?
ഓഫ് കോഴ്സ് പറ്റും. ഇവരെന്താ വിചാരിക്കുക, ഞാൻ ഈ ട്രെൻഡ് കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ഇത് ചേരും, ഇതിട്ട് നല്ല രസമായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് വാങ്ങാൻ പോകുന്നു. അങ്ങനെയാണോ? ആരാ തീരുമാനിച്ചേ? സുക്കർബർഗാ തീരുമാനിച്ചത്. സുക്കർബർഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ ഓണറായിട്ടുള്ള ഒരു മഹാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, വലിയ കഴിവുള്ള ആളാണ്. പക്ഷേ ധാർമ്മികമായി പല വിഷയങ്ങളിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളുടെ ഒപ്പീനിയനായി കണ്ട്, നമ്മളുടെ ഒപ്പീനിയനായി മനസ്സിലാക്കി, നമ്മളുടെ ശരികളായിട്ട് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ചിന്തിച്ച് ശരിയായിട്ട് മനസ്സിലാക്കിയതാണോ? അല്ല, നമ്മൾ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്യണം. നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം നമ്മളെന്താ, നമ്മളിത് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മളിത് തലയിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുനടക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കിത് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ബട്ട് വി ഷുഡ് അഡ്മിറ്റ് ദാറ്റ്. നമ്മളത് മനസ്സിലാക്കിയേ തീരൂ, നമ്മളത് സമ്മതിച്ചേ തീരൂ. അത് ഇപ്പോൾ മറ്റേതെങ്കിലും വിഷയം, ട്രെൻഡ്, ഒരു വസ്ത്രത്തിന് ട്രെൻഡ് മാറി, അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എവിടെ വരിക? ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നമായിട്ട് നമ്മളെവിടെ തിരഞ്ഞെടുക്കുക? അത് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നമ്മളെ തിരിക്കുമ്പോഴാണ്, നമ്മൾ വഴിതിരിച്ചു വിടുമ്പോഴാണ്. ഖുർആൻ പറയുന്നത് അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. നിങ്ങളെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. അൽഹാക്കും, നിങ്ങളെ ശ്രദ്ധയെ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു. അത്തക്കാസുർ, ചില കാര്യങ്ങളിലുള്ള മത്സരം. അപ്പോൾ ചില കാര്യങ്ങളിലെ നമ്മളെ ചിന്തകൾ, അത് നമ്മളെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിൽ നിന്ന് വഴിതിരിച്ചിട്ട് അവിടെ മാത്രം നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഈ ലോകത്ത് ഫുഡിൻ്റെ ട്രെൻഡ് മാറി, നമ്മൾ ആര് തലയിൽ കൊണ്ടുവന്നിട്ടാലും നമുക്കൊരു പ്രശ്നമല്ല. എല്ലാവരും ഷവായ കഴിക്കുന്ന ആളുകളായി, നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ആരോഗ്യപരമായി ബാധിക്കുന്നത് വരെ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അൽഫാം ട്രെൻഡാവുന്നു, ഷവായ ട്രെൻഡാവുന്നു, ഷവർമ ട്രെൻഡാവുന്നു. ഓക്കെ, ആരോഗ്യപരമായ പ്രശ്നമില്ലാത്തിടത്തോളം നമുക്കതൊരു വിഷയമല്ല. അത് ഈ സോഷ്യൽ മീഡിയയുടെ മെക്കാനിസമോ സിനിമയുടെ മെക്കാനിസമോ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. ഏതെങ്കിലും വിഷയത്തിൽ ബാധിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, പരലോകത്തിൻ്റെ വിഷയത്തിൽ ബാധിക്കുന്നു. എന്തിനാണോ ജീവിതം നൽകിയത് ആ വിഷയത്തിൽ ബാധിക്കുന്നുവെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം ആകെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? പരലോകമാണ്. ഒറ്റ ലക്ഷ്യം പടച്ച ഈ ജീവിതത്തിൽ നൽകിയിട്ടുള്ളൂ. ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ എന്ത് ചെയ്ത് ഈ ജീവിതം നമുക്ക് നൽകിയത്. ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ, അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് നൽകാൻ? സ്വർഗം നൽകണോ നരകം നൽകണോ എന്ന് തീരുമാനിക്കാൻ. നമ്മളിൽ ആരാണ് മികച്ചവർ, നമ്മളിൽ ആരാണ് മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കൽ മാത്രമാണ് ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം. പരലോകത്ത് വിജയം നേടൽ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടൽ. ആ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ പരീക്ഷണങ്ങൾ തെറ്റിച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. വേറെ ഏത് വിഷയത്തിൽ തെറ്റിച്ചാലും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ചിന്തിച്ചാലും പ്രശ്നമല്ല, ചിന്തിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അത് ഭൗതികമായ നമ്മളെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന സമയത്ത് ഓക്കെ, അത് ഇഷ്യൂ ആണ്. അതല്ലാത്തടത്തോളം നമുക്ക് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മളത് ബാധിക്കുന്നുവെങ്കിൽ നമ്മളത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകൾ. ഓക്കെ, ഈ ഒരു ബേസിക് ഐഡിയ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അഥവാ ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പരീക്ഷണം എന്താണ്? നമ്മളിലേക്ക് പല ചിന്തകളും കൊണ്ടുവന്നിടുന്ന, നമ്മൾ ചിന്തിച്ച് കണ്ടെത്തിയതാണെന്ന് തോന്നുന്ന വിധം നമ്മളിലേക്ക് പല ആശയങ്ങളും കൊണ്ടുവന്നിടുന്ന വിഷ്വൽ മീഡിയാസും സോഷ്യൽ മീഡിയാസും. ആ ആശയങ്ങൾ നമ്മൾ ശരിക്കും എങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്? ഞാൻ കണ്ടെത്തിയ ശരിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി അതിലെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയ, വളരെ വളരെ വ്യക്തമായൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഓരോ വിഷയങ്ങളാണ്. ഇസ്ലാം നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം അംഗീകരിക്കുന്ന ആത്മാഭിമാനത്തോടെ ധർമ്മവേദി എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. പക്ഷേ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നില്ല. ഐ ആം നോട്ട് പ്രൗഡ് ഇൻ സം തിങ്സ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തല്ല, പ്രൗഡല്ല. അത് പലർക്കും പലതാവാം, പലർക്കും പല 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 രീതിയിലുള്ള കാര്യങ്ങളാവാം. ഇപ്പോൾ നമസ്കരിക്കാം, ഓക്കെ, ഇസ്ലാം ഞാൻ അംഗീകരിക്കുന്നൊക്കെയാണ് മനസ്സിലാക്കുക. പക്ഷെ 5 നേരം പോയി നിസ്കരിക്കുക, എൻ്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കരിക്കാം, അതെനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൗഡായി തോന്നുന്നില്ല. ചില ആളെ സംബന്ധിച്ച് നോമ്പെടുക്കുന്നത്, ബാക്കി ആരാണോ ഓക്കെ, പക്ഷെ നോമ്പെടുക്കുന്നത് ഒരു മോശത്തരം. ഞാനങ്ങനെ നോമ്പൊന്നും എടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, എന്തോ അടിപൊളി. മാന്യമായ സംസാരം, ഞാൻ മാന്യമായി സംസാരിക്കുമ്പോൾ ഓക്കെ. ആൺകുട്ടികളാണ് ഒന്നുകൂടി ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ പെൺകുട്ടികൾ ഒരുപാട് തെറികൾ ഉപയോഗിക്കുന്ന ഒരുപാട് കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. തെറി ഉപയോഗിക്കാതെ സംസാരിക്കുന്നത് മോശം. അപ്പോൾ ഞാൻ ഇസ്ലാമിൻ്റെ രീതിയായ മാന്യതയോടെ സംസാരിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ എനിക്കെന്ത് തോന്നുന്നില്ല, പ്രൗഡ് തോന്നുന്നില്ല, അഭിമാനം തോന്നുന്നില്ല. മറ്റേത് അടിപൊളി, മറ്റേത് ഷോർ, മറ്റേത്
നമ്മളെ ഭയങ്കരമായിട്ട് ഉയർത്തുന്ന, നമ്മളെ സ്ഥാനത്ത് വളരെ വലിയ ഇതിൽ കൂട്ടുന്ന സംഭവമാണ്. പക്ഷെ മാന്യതയോടെ സംസാരിക്കുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ തെറികളൊന്നും ഉപയോഗിക്കാതെ ഒരു നസീഹത്തോടുകൂടി സംസാരിക്കുന്ന പറഞ്ഞാൽ, കളിയാക്കാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്തോ ഒരു കുറച്ചിൽ. വസ്ത്രധാരണം, ഇസ്ലാം പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലൊക്കെ ഒരു, ഞാൻ അത്യാവശ്യമൊക്കെ മോഡേൺ ആണെന്ന് ആൾക്കാർ തോന്നിയിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രൗഡ് തോന്നായ്മ, അഥവാ കുറച്ചെങ്കിലൊക്കെ ഒരു ഇസ്ലാം പറഞ്ഞ ഔറത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, ഞാൻ കുറച്ചൊക്കെ സ്വയം ഡിസൈഡ് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ ഫുൾ ഇസ്ലാമിനോട്ട് എന്ത് ചെയ്യുന്നില്ല, അടിമപ്പെടുന്ന ഒരാളൊന്നും അല്ല എന്നൊക്കെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, കൺവേ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഇസ്ലാമിൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു അഭിമാനക്കുറവ് തോന്നുക. കംപ്ലീറ്റ് ഇസ്ലാമിൻ്റെ ഡ്രസ്സ് പറഞ്ഞാൽ ഓക്കെ, വസ്ത്രധാരണത്തിലേക്ക് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്താൽ എന്താ ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം എങ്ങനെ ഇസ്ലാം പറയുന്നത്, സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ ഗേൾസ് ആണല്ലോ ഓഡിയൻസ്, എങ്ങനെ ഇസ്ലാം പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണ്? മറക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം. ഇസ്ലാം ഇതൊരു ഒരു നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശം എന്താണ്? എന്താ നിർദ്ദേശം? ഇനി നിർദ്ദേശങ്ങളില്ലേ? പുരുഷ സ്ത്രീൻ്റെയും സ്ത്രീ പുരുഷൻ്റെയും. അതെങ്ങനെയാ അതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഏതെങ്കിലും ടൈപ്പ് ഓഫ് വസ്ത്രങ്ങളെ പറ്റിയല്ല പറയുന്നത്. പുരുഷൻ സ്ത്രീക്കോ സ്ത്രീ പുരുഷനോ സമാനമായി നടക്കരുതെന്നുള്ളതാണ്. പുരുഷനെ കണ്ടാൽ പുരുഷനാണെന്നും സ്ത്രീയെ കണ്ടാൽ എന്ത് ചെയ്യണം, സ്ത്രീയാണെന്നും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അത് ടൈപ്പ് ഓഫ് വസ്ത്രം എന്ന് പറഞ്ഞാൽ ചില വസ്ത്രങ്ങളുടെ രീതി, ഇപ്പോൾ പർദ്ദയും കന്തൂറയും ഒരേ ആകൃതിയല്ലേ? കന്തൂറങ്ങൾ കണ്ടിട്ടില്ലേ? അറബികളിടുന്ന വസ്ത്രം, അതും പർദ്ദയും ഒരേ ആകൃതിയല്ലേ? അപ്പോൾ ആകൃതി ഒന്നാകുന്നതിലല്ല, പക്ഷെ അത് രണ്ടും തമ്മിൽ ഒബ്വിയസ്ലി ഡിഫറൻസ് ഇല്ലേ? പുരുഷൻ്റെ ആണ് സ്ത്രീൻ്റെ ആണെന്ന് മനസ്സിലാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ആ തരത്തിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വളരെ ഇറുകിയ വസ്ത്രം പറ്റുമോ? ഇല്ല. തൊലി കാണുന്ന വസ്ത്രം പറ്റുമോ? പറ്റില്ല. പിന്നെ ഇനിയുണ്ട്, ഖുർആൻ പറയുന്നു അവരുടെ ഹിമാറുകൾ, ഹിമാർ എന്ന് പറഞ്ഞാൽ ഹിമാറല്ല കേട്ടോ, ഹിമാർ എന്ന് പറഞ്ഞാൽ മൂടുപടങ്ങൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ തലമറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എന്നുള്ളതാണ്. തലമറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? ഹിമാറുഹുന്ന, അവരുടെ ഹിമാറുകൾ അവർ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം എന്നുള്ളതാണ്. ഇത് ഖുർആൻ്റെ കൽപ്പനയാണ്. എന്ത് ചെയ്യണം? അത് ഈ വസ്ത്രം മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. ഇതിൽ നമുക്ക് അറിയാത്ത കൽപ്പനകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻഫോംഡ് അല്ലാത്ത കൽപ്പനകൾ ഉണ്ടാവാം, നമുക്ക് അറിവെത്താത്ത കൽപ്പനകൾ ഉണ്ടാവാം. പക്ഷെ അറിവെത്തിയ കൽപ്പനകൾ പോലും മുഴുവൻ പാലിക്കുമ്പോൾ നമുക്കെന്ത് ഒരു വിമിഷ്ടം, അതെന്തോ ഒരു കുറവ് പോലെ, അതിൽ നമ്മൾ പ്രൗഡാകുന്നില്ല. അങ്ങനെ ധരിക്കുന്നത് നമുക്ക് എന്താ കഴിയുന്നില്ല, പ്രൗഡാകാൻ കഴിയുന്നില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൻ്റെ പരീക്ഷണം നമ്മളെ പരലോകത്തിൻ്റെ വിഷയത്തിൽ ബാധിക്കുന്നു, പരലോകത്തിൻ്റെ വിഷയത്തിൽ എഫക്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഗൗരവകരമായി തിരുത്തേണ്ടതാണ്. ഈ വസ്ത്രത്തിൻ്റെ കോഡിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് എന്താ അഭിമാനം തോന്നുക, ഞാൻ എന്തോ ചെയ്ത പോലെ ഫീൽ ചെയ്യുക, ഞാൻ എന്തോ അടിപൊളിയായ പോലെ ഫീൽ ചെയ്യുക, ഇത് ആളുകൾ കാണിക്കുമ്പോൾ ഞാൻ ഉഷാറായെന്ന് തോന്നുക. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തിരുത്തൽ തുടങ്ങേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഓരോ വിഷയങ്ങളെ പറ്റി ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൽ അഭിമാനമുള്ളവരാണോ, അതോ നേരത്തെ പറഞ്ഞ നമ്മളുടെ തോട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ചിന്തകളെ സ്വാധീനിക്കുന്ന ചില ആളുകൾ കൊണ്ടുവരുന്ന ആശയത്തിലാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിലാണ് നമ്മൾ അതിനാണ് അടിമപ്പെട്ടിട്ടുള്ളത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഏതിനാണ് അടിമപ്പെട്ടിട്ടുള്ളത്? ആ ഒരു നിലപാട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, പറയാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ലളിതമായി നമ്മൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ നോർമലി ഒരു വേദിയിൽ വന്ന് നിൽക്കുന്ന, ഇവിടെ ഒരു വലിയൊരു അവാർഡ് ദാന ചടങ്ങാണെന്ന് വിചാരിച്ചു. ഞാൻ ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഒരു ആങ്കറാണെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഒരു ലേഡി ആങ്കർ കൂടി ഉണ്ട്. വളരെ വലിയൊരു അവാർഡ് ദാന ചടങ്ങാണ്, ഇസ്ലാമിക്കൊന്നുമല്ല, ഒരു ഓസ്കാറാണെന്ന് വിചാരിച്ചു. എൻ്റെ വസ്ത്രം സിമിലർ ടു ദിസ് ഒക്കെ ആയിരിക്കും. അവിടെ നിൽക്കുന്ന ലേഡി ആങ്കറിൻ്റെ വസ്ത്രം അതായിരിക്കുമോ? അങ്ങനെ ആയിരിക്കുമോ? ഇല്ല. ഈ വസ്ത്രത്തിനൊക്കെ കൂടുക കുറയോ? കുറയും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്യേണ്ടി വരുമല്ലോ, എക്സ്പോസ് ചെയ്യേണ്ടി വരും, പുറത്ത് കാണിക്കേണ്ടി വരും. ഇവിടെ അതേസമയം ഒരു മുസ്ലിം സ്ത്രീയും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം.
അവൾ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഡ്രസ് കോഡാണ് ധരിച്ചിട്ടുള്ളത്. ലോകം ആരെയാണ് പുരോഗമിച്ചവളെന്ന് പറയാം? മുസ്ലിം സ്ത്രീയാണോ? മറ്റേ സ്ത്രീയാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, എന്താണ് ഈ മോഡേൺ എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ? ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ ലളിതമായ ചോദ്യമാണ്, എന്തിനാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ഈ ധരിക്കുന്നതിൻ്റെ പോയിൻ്റ് എന്താണെന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഈ രണ്ടു പേരെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ശരീരത്തെ തുറന്നു കാണിച്ച സ്ത്രീ എന്തുകൊണ്ടാണ് ആ വസ്ത്രം തിരഞ്ഞെടുത്തത്? ഇപ്പോൾ ചില ആളുകൾ പറയും മുസ്ലിം സ്ത്രീകൾ എന്താണ്, അടിമകളാണ്, കാരണം അവർക്ക് ഈ വസ്ത്രം മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തൊരു വസ്ത്രം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മൾ സമ്മതിക്കുന്നു, മുസ്ലിം സ്ത്രീകൾ അടിമകളാണ്, മുസ്ലിം പുരുഷന്മാരും അടിമകളാണ്, മുസ്ലിങ്ങളെല്ലാം അടിമകളാണ്. ആരുടെ അടിമകൾ? അവരുടെ അടിമകൾ. അതിനപ്പുറം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റില്ല. 5 നേരം നമസ്കരിക്കാതിരിക്കാനുള്ള തീരുമാനം എടുക്കാൻ പറ്റുമോ? നമ്മൾ അടിമത്തത്തിലാണ്, നമുക്കൊരു സംശയമില്ല, അടിമത്തത്തിലാണ്. 5 നേരം നമസ്കരിക്കാനുള്ള തീരുമാനം എടുക്കാനേ പറ്റില്ല, അതിനപ്പുറത്തൊരു ചോയ്സ് നമുക്കില്ല. അള്ളാഹു നൽകിയ വസ്ത്രത്തിൻ്റെ പരിമിതിക്കുള്ളിൽ വസ്ത്രം ധരിക്കാൻ നമുക്ക് പറ്റില്ല, അതിന് അപ്പുറത്തൊരു ചോയ്സ് ഇല്ല. അപ്പോൾ അവർ പറയുകയാണെന്ത്, ഞങ്ങൾ ഒരുപാട് ചോയ്സ് ഉള്ള ആളുകളാണ്, നിങ്ങൾ അടിമകളാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ചോയ്സ് ഉള്ള ആളുകളാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട സംശയം, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത്. അവർ ചോയ്സ് ഉള്ള ആളുകളാണോ? അല്ല, അവർക്കും ചോയ്സ് ഇല്ല. കാരണം അവരെന്ത് ചെയ്യണം? കറണ്ട് ട്രെൻഡിനെ ഫോളോ ചെയ്തേ മതിയാവൂ. അവർക്ക് അവരുടെ വസ്ത്രത്തെ ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ ചില പ്രത്യേക ആളുകൾ നിശ്ചയിക്കുന്ന ട്രെൻഡുകളെ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം അവർ ഫ്രീ ആണോ? നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് സുക്കർബർഗന് നമ്മുടെ അടുത്ത ആഴ്ചത്തെ അല്ലെങ്കിൽ അടുത്ത മാസത്തെ വസ്ത്രത്തെ തീരുമാനിക്കാമെന്ന് പറഞ്ഞതുപോലെ ചില കോർപ്പറേറ്റുകൾക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അവരുടെ വസ്ത്രം. അതും എങ്ങനെ, എന്തിന് തീരുമാനിക്കുന്ന വസ്ത്രം, ഏത് രീതിയിൽ തീരുമാനിക്കുന്ന വസ്ത്രം, അത് വളരെ പ്രസക്തമാണ്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ തീരുമാനിക്കുന്ന സ്ത്രീകളുടെ എല്ലാ സംവിധാനങ്ങളിലും ഒരു പുരുഷൻ്റെ ആവശ്യ നിർവഹണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മുൻപ് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ, കേരളത്തിലൊക്കെ വസ്ത്രം ധരിക്കാൻ അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? അവർക്ക് എന്ത് മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല? മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആ അവകാശം നേടിക്കൊടുത്തൊരു സമരം ഉണ്ടായിരുന്നു. ഏതാണ്? ഓർമ്മ ഉണ്ടോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. നങ്ങേലി എന്ന് പറയുന്നൊരു സമര നായികയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. സമരം ഏതാണ്? ഒരു ലഹളയാണ്. ലഹള എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് ലഹളയാ? എന്ത് ലഹള എന്നറിയപ്പെടുന്നത്? ചാന്നാർ ലഹള എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഓൾ പാസിൻ്റെ ഒരു പ്രശ്നമാണത്. നമുക്ക് ഈ പഠിക്കേണ്ട അനിവാര്യത വരാത്തതുകൊണ്ട്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സമരമാണ്. അതിൽ നങ്ങേലി എന്ന് പറയുന്നത് മിത്താണെന്ന് പറയുന്നത് ശരിക്കുള്ള കഥാപാത്രമാണെന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഒരാഖ്യാന രീതി ഇങ്ങനെയാണ്. നങ്ങേലി മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി നങ്ങേലി ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നങ്ങേലി തൻ്റെ 2 മാറും മുറിച്ചിട്ട് ഒരു ഇലയിലാക്കി ജന്മിക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹിഡൻ മെസ്സേജ് എന്താ അതിൻ്റെ ഉള്ളിലുള്ളത്? കൊണ്ടുപോയി തിന്നോ എന്നുള്ളതാണ്. അതൊക്കെ മാറല്ലേ വേണ്ടത്, എന്ത് ചെയ്തോ കൊണ്ടുപോയി കഴിച്ചോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് നങ്ങേലി കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മുമ്പ് മാറുമറക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളാണ് കാര്യം. പുരുഷനാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ, സ്ത്രീകളുടെ വസ്ത്രം പുരുഷനാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ പുരുഷൻ എങ്ങനെ തീരുമാനിക്കൂ? അവന് ആവശ്യമുള്ളതെല്ലാം കാണുന്ന രീതിയിലേ സ്ത്രീകളുടെ വസ്ത്രം തീരുമാനിക്കൂ. സ്ത്രീയാണ് തീരുമാനിക്കുന്നതെങ്കിലോ? ഇപ്പോൾ സ്ത്രീകളിലെ ഒരു വിഭാഗം സ്ത്രീകളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സിബിഷനിസം സ്ത്രീകളിലുണ്ട്. അത് സ്ത്രീകൾ ട്രൈറ്റ് തന്നെയാണ്. അഥവാ കുറച്ചൊരു എക്സ്പോസ്ഡ് ആകാനുള്ളൊരു താല്പര്യം സ്ത്രീകളുടെ ഉള്ളിലുണ്ട് ഒരു എക്സ്റ്റെൻഡ് വരെ. പക്ഷേ സ്ത്രീകൾക്ക് തന്നെ ഒരു പുരുഷൻ തുറിച്ച് നോക്കുന്ന ഇഷ്ടമാണോ? ഒരു പരിധിക്കധികം തൻ്റെ നഗ്നതയിലേക്ക് ഒരു പുരുഷൻ നോക്കുന്ന ഇഷ്ടമാണോ? അല്ല. അപ്പോൾ സ്ത്രീയുടെ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ പുരുഷന്മാർ നോക്കാത്ത രീതിയിൽ പ്രസൻ്റ് ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുരുഷന്മാരുടെ സാധാ നോട്ടം സ്ത്രീ ഇഷ്ടപ്പെടുന്നുണ്ട്, തുറിച്ചു നോട്ടവും നഗ്നതയിലേക്കുള്ള നോട്ടവും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നഗ്നതയിലേക്കും തുറിച്ചു നോട്ടവും ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് സ്ത്രീകൾ താല്പര്യപ്പെടുന്നത്. പുരുഷൻ സ്ത്രീയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? സ്ത്രീയുടെ ശരീരത്തിലെ പരമാവധി പുരുഷൻ ആസ്വാദ്യകരമായ ഭാഗങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പുരുഷൻ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു കാര്യം സ്ത്രീയെ കൊണ്ട് മുന്നേ പുരുഷൻ എങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നത്? നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിരുന്നു. ജന്മിമാരുടെ രൂപത്തിലും മറ്റും നിർബന്ധിച്ച് ഫോഴ്സ്ഡായിട്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ളൊരു വഴിയുണ്ടോ? ഇല്ല.
ഇന്ന് അവരെ സംബന്ധിച്ച് നിർബന്ധിക്കാനുള്ളൊരു വഴിയില്ല. കാരണം നിർബന്ധിക്കാവുന്നൊരു ഒരു ലോക സംവിധാനമല്ല ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണോ പുരുഷന് സ്ത്രീയെ കാണേണ്ടത്, എങ്ങനെയാണോ പുരുഷന് സ്ത്രീകളെ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യേണ്ടത്, ആ രീതിയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നു, അതിനെ ട്രെൻഡാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ ഐറ്റം ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമകളിൽ ഐറ്റം ഡാൻസ് എന്നുള്ള പരിപാടി എന്താണതെന്ന് അറിയോ? ഐറ്റം ഡാൻസിൽ ആരായിരിക്കും ഡാൻസ് കളിക്കുന്നുണ്ടാവുക? ആരായിരിക്കും? ഒന്നും അറിയാത്ത പോലെ ഇരിക്കരുത്. ആരായിരിക്കും ഐറ്റം ഡാൻസ് കളിക്കുന്നുണ്ടാവുക? സ്ത്രീകളായിരിക്കും. എന്നാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ? ഐറ്റത്തിൻ്റെ മലയാളം എന്താണ്? വസ്തു എന്നുള്ളത് നമ്മൾ അതിന് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഐറ്റം ഡാൻസിലെ ചരക്ക് കേട്ടിട്ടുണ്ടോ? ചരക്ക്, അതാണ് ഐറ്റം. ചരക്ക് വൽക്കരിക്കുക എന്ന് പറയും, ഒബ്ജക്റ്റിഫിക്കേഷൻ. അതായത് ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് സിംപ്ലി ടെക്നിക്കൽ ലിറ്ററലിയുള്ള കൺസെപ്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സിനിമയുടെ കഥ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു, അതിന് തുടരണം. ആ തുടർച്ചയും നിൽപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തൊരു ഡാൻസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. ഇത് കഴിഞ്ഞാൽ സിനിമ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇവിടെ നിൽക്കുന്നത് വേറെ സ്ഥലത്ത് വന്നിട്ടാണ് നിൽക്കുന്നത്. കഥയുമായി ഒരു ബന്ധമില്ലാത്ത ഡാൻസിൻ്റെ ഉള്ളിൽ കയറ്റും. എന്തിന്? ഫോർ വാട്ട്? എന്തിനായിരിക്കും? ടു അട്രാക്ട് ഓഡിയൻസ്. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ആ സംശയമാണ് നേരത്തെ പറഞ്ഞ നമ്മളുടെ തലയിൽ കുത്തിവെച്ചാൽ നമ്മളുടെ തലയിൽ എങ്ങനെയൊക്കെയോ കയറിപ്പോയ പല ആശയങ്ങളും. അതങ്ങനെ സ്വാഭാവികമായി നടക്കുന്നതല്ലേ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അല്ല, ടു അട്രാക്ട് ഓഡിയൻസ്. ഒബ്വിയസ്ലി വേറൊരു ആവശ്യവുമില്ലാതെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യൽ മാത്രമാണ് ആ ഡാൻസിൻ്റെ കുത്തിക്കയറ്റലിന് പിന്നിലുള്ള ലക്ഷ്യം. എയർ ഹോസ്റ്റസ് അറിയില്ലേ? അവരുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി നിങ്ങൾ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ ചിത്രം കയറിയിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അവർക്ക് സ്ത്രീകൾ സ്വയം വസ്ത്രം തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ലിബറൽ വന്നിട്ട് ഒരു എയർ ഹോസ്റ്റസിന് പർദ്ദയിടാനുള്ള അവകാശത്തെ പറ്റി സംസാരിക്കുമോ? വൈ? പർദ്ദയിടൽ അവകാശമല്ലാതിരിക്കുകയും അതേസമയം ഇറക്കം കുറഞ്ഞതും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണുകയും ചെയ്യുന്ന വസ്ത്രങ്ങൾ അവകാശമാവുകയും ചെയ്യുന്ന, അത് റൈറ്റും ഇത് അവകാശത്തിൻ്റെ രൂപത്തിലേക്ക് വരാത്തതുമായിട്ടുള്ളൊരു നറേഷനാണ് നിൽക്കുന്നത്. അതാണ് നമ്മളെ തലയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പതുക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടും കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് എയർ ഹോസ്റ്റസ് ഇങ്ങനത്തെ വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ? ശരീരത്തിലേക്ക് ഇറുകി പിടിക്കുന്ന, ശരീരത്തിൻ്റെ സ്പെസിഫിക് ഭാഗങ്ങൾ അത് മറക്കാത്ത രീതിയിലുള്ള വസ്ത്രമേ എയർ ഹോസ്റ്റസ് ധരിക്കാൻ പാടുള്ളൂ. വൈ? അതേപോലെ റിസപ്ഷനിസ്റ്റുകൾക്ക് സ്പെഷ്യൽ ഡ്രസ് കോഡുകളുണ്ട്. റിസപ്ഷനിസ്റ്റുകളുടെ ഡ്രസ് കോഡ് സ്പെസിഫിക് രീതിയിലേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ സ്ത്രീകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വസ്ത്രം അടിമത്തമാണ്, അത് പടച്ചവൻ്റെ അടിമത്തമാണെങ്കിൽ ഈ ആളുകൾ വസ്ത്രം ധരിക്കുന്നത് ആരുടെ അടിമത്തത്തോടെയാണ്? സ്ത്രീയെ പല കാര്യങ്ങളും വിൽക്കാൻ വേണ്ടി, പല കാര്യങ്ങളുടെയും വിൽപ്പനയ്ക്ക് വേണ്ടി സ്ത്രീയെ ഒരു പ്രത്യേക രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന, സ്ത്രീയുടെ വസ്ത്രത്തെയും സ്ത്രീയുടെ ശരീരത്തെയും ഒരു സ്പെസിഫിക് രൂപത്തിൽ മാത്രമായി പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ആ ഒരു പുരുഷന്മാരുടെ ആ ഒരു താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. രണ്ടും അടിമത്താണ്, രണ്ടിലും സ്ലേവറിയാണ്. രണ്ട് കൂട്ടരും സ്വയം തീരുമാനം എടുക്കുന്നില്ല. മുസ്ലിങ്ങൾ ആരുടെ അടിമകളാണ്? അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹു പറയുന്ന കാര്യമാണ് പിന്തുടരുന്നതെങ്കിൽ അവരാരുടെ അടിമകളാണ്? അവർ ആറ് പറയുന്ന കാര്യമാണ് പിന്തുടരുന്നത്? ഈ കോർപ്പറേറ്റുകൾ പറയുന്ന, അതും സ്ത്രീയെ വെച്ചുകൊണ്ട് പല വിഷയങ്ങളും വിൽപ്പന നടത്താൻ, പല വിഷയങ്ങളും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് പുരുഷനിലേക്ക് വിൽക്കാൻ, സ്ത്രീകളെ വെറും ഒരു മാർക്കറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, തന്നോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കോർപ്പറേറ്റുകളുടെ അടിമകളാണ് അവരെങ്കിൽ നമ്മൾ പ്യുവർലി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, നമ്മളുടെ അടിമത്തം പൂർണ്ണമായി അർഹതപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണെന്നുള്ളതാണ്. അപ്പോൾ വസ്ത്രത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതിലേക്ക് കൂടുതൽ കയറിയതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലാണെങ്കിലും എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്നതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ നിലപാടിനെ വളരെ തീവ്രമായി സ്വാധീനിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിലൊക്കെ പലപ്പോഴും പല സമയങ്ങളിലും ഇസ്ലാമികമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്ന ആ ആശയങ്ങൾ കയറി വരുന്നതും
എന്ത് പ്രശ്നമാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, ഈ വസ്ത്രധാരണങ്ങൾ അല്ലെങ്കിൽ ഈ വസ്ത്രധാരണങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം എന്താണെന്നും എന്താണ് ഇസ്ലാമെന്നും ഇത് രണ്ടും വ്യക്തമായി വ്യതിരിക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പിന്നെ മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന ചില തിയറികളാണ്. തിയറികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക രീതിയിലുള്ള വാദങ്ങൾ. ഉദാഹരണത്തിന് ഞാനൊരു വാദം പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക, അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു കൂട്ടർ വന്ന് പറയാണ്, വിവാഹം എന്ന് പറയുന്ന കാര്യം വളരെ മോശമാണ്, എന്നാൽ ലിവിങ് ടുഗദർ ആണെങ്കിൽ എന്താണ്, നല്ലതാണ്. ന്യായം കൂടെ ഞാൻ പറയാം. ന്യായം എന്ന് പറഞ്ഞാൽ, വിവാഹത്തിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് വിവാഹത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്ത്രീകളെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ പുരുഷന്മാർ പ്രയാസപ്പെടുത്തുക, അതിനൊരുപാട് വലിയ സാധ്യതയുണ്ട്. കാരണം എന്താണ്, വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാളുകൾ മാത്രമുള്ള കരാറാണോ? ഒരു ഫാമിലി, രണ്ട് ഫാമിലികൾ അവിടെ ഉണ്ട്, ഒരു വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. അപ്പോൾ ഈ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തമ്മിൽ നടത്തുന്ന ഒരു കരാറായതുകൊണ്ട് വിവാഹത്തിലൊരു സ്ത്രീ ഗാർഹിക പീഡനത്തിന് ഇരയായാൽ, സ്ത്രീയെ പുരുഷൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ കഴിയില്ല. കാരണം എന്താണ്, സ്ത്രീക്ക് ഇറങ്ങിപ്പോരണമെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ വിഷയം മാത്രം നോക്കിയാൽ പോരാ, രണ്ട് കുടുംബങ്ങളോടും സമാധാനം പറയണം, ഈ സമൂഹത്തോട്, നാട്ടുകാരോട് ഉത്തരം പറയണം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്ത്രീ വിവാഹ ജീവിതത്തിൽ ഗാർഹിക പീഡനത്തിന് ഇരയായാൽ, ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായാൽ അവൾ എന്ത് ചെയ്യില്ല, ഇറങ്ങിപ്പോരില്ല. അപ്പം ഇറങ്ങിപ്പോരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പുരുഷൻ എന്ത് ചെയ്യും, അവളെ കൂടുതൽ ഉപദ്രവിക്കും. വിവാഹത്തിൽ എന്താണ്, സ്ത്രീകൾക്ക് ഗാർഹിക പീഡനത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താ ഗാർഹിക പീഡനത്തിനുള്ള ചാൻസ് കൂട്ടാനുള്ള കാരണം എന്താ, ഇറങ്ങിപ്പോരാൻ പറ്റാത്തതാണ്. സ്ത്രീക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുമെങ്കിൽ ഗാർഹിക പീഡനത്തിനുള്ള ചാൻസ് കൂടുമോ? കുറയും. അപ്പോൾ ഇറങ്ങിപ്പോകാൻ തടസ്സമായി നിന്ന കാര്യം എന്താണ്, എന്തുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തത്? ഒരുപാട് ആളുകളോട് എന്ത് ചെയ്യണം, ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നാട്ടുകാർ ചോദിക്കും, കുടുംബക്കാർ ചോദിക്കും. അവ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ആ ഒരു ബന്ധത്തിനിടയിൽ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കുടുംബത്തിനിടയിൽ വന്നത്? അവർ തമ്മിൽ വലിയൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന വലിയൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ചുകൊണ്ടുള്ള വലിയൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. ആ കരാർ നിലനിൽക്കുന്നില്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇടപെടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് ഇറങ്ങിപ്പോകാൻ വല്ല തടസ്സമുണ്ടോ? ഇല്ല. അപ്പോൾ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായി ഇറങ്ങിപ്പോകാൻ പറ്റും. അങ്ങനെ സ്ത്രീ ഇറങ്ങിപ്പോകുമെന്നുള്ള പേടി വന്നാൽ പുരുഷൻ അവൾ ഉപദ്രവിക്കുമോ? ഇല്ല. അപ്പോൾ ആ കരാർ ഒഴിവാക്കിയാൽ എന്ത് ചെയ്തു, പ്രശ്നം തീർന്നു. ആ കരാർ ഒഴിവാക്കുന്ന സംവിധാനത്തെ പറയുന്ന പേരാണെന്ത്, ലിവിങ് ടുഗദർ എന്നുള്ളത്. അഥവാ വിവാഹത്തിന് എന്തില്ല, അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിലുള്ള ബന്ധത്തിന് ഒരു കരാറുമില്ല, അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ പിരിയുന്നു. അപ്പോൾ ലിവിങ് ടുഗദർ ആണെങ്കിൽ എന്തില്ല, പ്രശ്നമില്ല. കാരണം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ പീഡിപ്പിക്കുകയാണെങ്കിൽ, പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ സ്ത്രീക്ക് എന്ത് ചെയ്യാം, തുറന്ന് പറയാം, ഞാൻ ഇറങ്ങിപ്പോവാണെന്ന് പറയാം. അങ്ങനെ അവളെങ്ങനെ ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്ത് ചെയ്യും, ഭയപ്പെടും. പുരുഷൻ അവൻ ഗാർഹിക പീഡനം തുടരുമോ? എൻ്റെ ജീവിതം നൽകിയ അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടുമെന്നും അവൻ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും അവൻ എന്നോട് ചോദിക്കുമെന്ന ഉറച്ച ബോധ്യം വേണം. ഈ മൂന്ന് കാര്യങ്ങളിലും അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം വീക്ക് തിയറികളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം ദുർബലമായ ആശയങ്ങളിലൂടെ വരുന്ന തെറ്റായ കാര്യങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ഉഷാറായിരിക്കും, പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ വലിയ അബദ്ധങ്ങളായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ തിയറി കേട്ടിട്ട് ആരെങ്കിലും നെഗറ്റീവ് സെലക്ട് ചെയ്താലോ, ആ ആളുടെ ജീവിതം വളരെ ട്രോമാറ്റൈസിങ് ആയിരിക്കും, വലിയ രീതിയിലുള്ള പ്രയാസങ്ങളായിരിക്കും ആ കുട്ടിക്ക് ആ ജീവിതത്തിൽ ലഭിക്കുക. തിയറി ഉഷാറായിരുന്നു, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾക്ക് ഭയങ്കര സേഫ് സോണാണ് നമ്മളുള്ളത്. കാരണം എന്താ, നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ തിയറികളെയും പറ്റി പഠിച്ച് ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുന്നിൽ എന്തുണ്ട്, തെറ്റാണെന്നൊരു സംശയം പോലും ഇല്ലാത്ത, തെറ്റാവാൻ ഒരു തരിമ്പ് പോലും സാധ്യതയില്ലാത്തൊരാശയം നമ്മുടെ കയ്യിലുണ്ട്, ഇസ്ലാമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ തിയറികളും വരുമ്പോൾ ഇത് ശരിയാണോ, അങ്ങനെ തീരുമാനിക്കണോ ആലോചിക്കേണ്ട ആവശ്യമില്ല. വസ്ത്രധാരണത്തിൽ ഈ ട്രെൻഡുകൾ വരുന്നു, അപ്പോൾ അത് സ്ത്രീകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനാണോ, സ്ത്രീകൾക്ക് നല്ലതാണോ, നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, വസ്ത്രധാരണത്തെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞ ആശയം നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ
നേരത്തെ പറഞ്ഞതുപോലെ വിവാഹത്തിനെ പറ്റി, വിവാഹമാണോ ലിവിങ് ടുഗദറാണോ നല്ലത്, പുതിയൊരു തീരുമാനം മുന്നിലേക്ക് വരുന്നു. ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകൾക്ക് നല്ലതാണോ മോശമാണോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് മുന്നേ ഇത് പ്രീ ഇൻഫോംഡ് ആണ് നമ്മൾ പല വിഷയങ്ങളെ പറ്റിയിടും. എല്ലാ വിഷയങ്ങളെ പറ്റിയല്ല. മനുഷ്യനെ സംബന്ധിച്ച് പടച്ചോൻ അവൻ അന്വേഷിക്കാൻ കുറേ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ കുറേ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്, പടച്ചോൻ പറഞ്ഞു കൊടുത്ത കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് പടച്ചോൻ പറഞ്ഞു തന്നോ? അതൊരു ചെറിയ വിഷയമാണോ? ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ തീരുമാനിക്കുന്ന ചെറിയ വിഷയമാണോ? വലിയ വിഷയമാണ്. പക്ഷെ പടച്ചോൻ പറഞ്ഞു എങ്ങനെ തീരുമാനിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നോ? മുഹമ്മദ് നബി തൻ്റെ പിൻഗാമിയായ ഖലീഫയെ തിരഞ്ഞെടുത്തിട്ടാണ് പോയത്? അബൂബക്കർ റളിയല്ലാഹു ആരാ തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണ് അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് പറ്റി ഇസ്ലാം ഒന്നും പറയുന്നില്ല, അത് ജനങ്ങൾക്ക് വിട്ടെടുത്തിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് പോയത്? പ്രവാചകൻ ചെയ്തതുപോലെ അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാതെയാണോ പോയത്? ആണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തിട്ടാണ് പോയത്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? പ്രവാചകൻ എങ്ങനെയാണ് പോയത്? അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാതെ ജനങ്ങൾക്ക് വിഷയം വിട്ടുകൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെ പോയത്? തിരഞ്ഞെടുത്തിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത് അറിയോ? ഒരു 6 ആളുള്ള ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. നിങ്ങൾ അവരോട് പറഞ്ഞു 3 ദിവസം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിലേക്ക് പോവുകയാണ്, ഒരു കുത്തേറ്റിട്ട്. 3 ദിവസം ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട്. അതിലേക്ക് 7ാമനായി തൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ളയെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഖലീഫയാക്കരുത്. കാരണം അപ്പോൾ പിന്നെ ഒരു സിസ്റ്റം വരും, ഖലീഫയുടെ മകൻ മകൻ മകൻ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അബ്ദുള്ളയെ നിങ്ങൾ ഒരിക്കലും ഖലീഫയാക്കരുത്, അവനെ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഈ 6 ആളുകളിൽ ഒരാളെങ്ങൾ എന്ത് ചെയ്യുക, ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുക. ഇത് 3 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 3 സിസ്റ്റം തമ്മിൽ 3 ഡിഫറെൻറ്റ് സിസ്റ്റമാണ്. ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെങ്ങനെയാണ് ഭരണാധികാരി തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നില്ല. അത് ചെറിയ വിഷയം ആയതുകൊണ്ടാണോ? ആണോ? വലിയ വിഷയമാണ്. പക്ഷെ എന്ത് ചെയ്തു, അത് മനുഷ്യർക്ക് വിട്ടുകൊടുത്തു. വലിയ വിഷയമാണെങ്കിലും പഠിച്ചു ചില വിഷയം എന്ത് ചെയ്യും, മനുഷ്യർക്ക് വിട്ടുതരും. ചില വിഷയങ്ങൾ എത്ര ചെറുതാണെങ്കിലും മനുഷ്യർക്ക് വിട്ടുതരില്ല. ചില വിഷയങ്ങൾ എത്ര ചെറുതാണെങ്കിലും പടച്ചോൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്താ അറിയോ? ഈ വിഷയങ്ങളിൽ മനുഷ്യന് സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ പറഞ്ഞ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള പല വിഷയങ്ങളിലും മനുഷ്യർക്ക് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷെ മറ്റ് വിഷയങ്ങൾ അങ്ങനെയല്ല. ചെറുതെന്ന് നമുക്ക് തോന്നുന്ന പല വിഷയങ്ങളും ആയിരിക്കാം മനുഷ്യൻ തീരുമാനമെടുത്താൽ തെറ്റും. തെറ്റി പതുക്കെ ശരിയിലേക്ക് എത്തിയാൽ പോരാ വിഷയങ്ങൾ. അത് അല്ലാഹു തആല പറയുന്ന വ്യക്തമായ രീതിയിൽ മാത്രം ചെയ്യേണ്ട, ആ നേരോ ലൈനിൽ മാത്രം പോകേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓരോ വിഷയങ്ങളിലും നമുക്ക് ആ ഒരു സേഫ് സോൺ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഓരോ വിഷയങ്ങളും എടുത്ത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് തെറ്റാണെന്നൊരു സംശയവും ഇല്ലാത്തൊരു ആദർശം അവിടെ കിടക്കുന്നുണ്ട്. വിവാഹത്തിൽ എന്താ ഒരാൾ ചെയ്യേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട്. വസ്ത്രദാനത്തിൽ എന്തൊരാൾ ചെയ്യേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട്. എന്നാൽ പഠനത്തിൽ എന്താ ചെയ്യേണ്ടത് ഇസ്ലാം പറയുന്നുണ്ടോ? നിങ്ങൾ പഠിക്കണം, അറിവ് നേടണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഒരു വഴിയിൽ അറിവ് കണ്ടാൽ മുത്ത് പെറുക്കുന്ന പോലെ പെറുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കോഴ്സ് പഠിക്കണം, എങ്ങനെയൊക്കെ മുന്നിലേക്ക് പോകണം, കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം ഇസ്ലാം പറയുന്നുണ്ടോ? അത് ഫ്രീഡമാണ്, ചോയ്സാണ്, ചൂസ് ചെയ്യാം, നമുക്ക് തിരഞ്ഞെടുക്കാം. ജോലിക്ക് എങ്ങനെ പോകണം ഇസ്ലാം പറയുന്നുണ്ടോ? ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ജോലി നമുക്ക് ഏതൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? ബിസിനസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബിസിനസ് ഇത്ര ലാഭമേ പറ്റുള്ളൂ ഇസ്ലാമിലുണ്ടോ? നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഈ പരിധിക്കുള്ളിൽ ചെയ്യണം, ഇത്ര ഇതിനേക്കാൾ കൂടുതൽ ലാഭം വേണം, നിങ്ങൾ അത്ര അധികം ലാഭമാകാനും പാടില്ല ഇസ്ലാം പറയുന്നുണ്ടോ? കച്ചവടം നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് അനുസരിച്ച്. നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോവാം. നമുക്ക് നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ ഹലാലായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാം. അത് മനുഷ്യർക്ക് വിട്ടുതന്നു. എന്നാൽ വിട്ടുതരാത്ത വിഷയങ്ങൾ, അത് വളരെ വ്യക്തമായി ഇസ്ലാം പറയുന്ന വിഷയങ്ങൾ, അത് അതുപോലെ ഫോളോ ചെയ്യണം നമ്മൾ വേണ്ടത്. ഇനി അതുപോലെ ഫോളോ ചെയ്യല്ല വേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാതിരുന്നവർ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡുകൾ ഫോളോ ചെയ്തു. ആരൊക്കെയോ പറയുന്ന ആശയങ്ങൾ, അത് സ്ത്രീകളെയും പുരുഷനെയും അവരുടെ മെറ്റീരിയലിസ്റ്റിക്കായ താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ലാതെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ, ആ ആളുകൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലോ അതിലെ പ്രശ്നങ്ങൾ ഓരോന്ന് പരിഹരിച്ച് നമ്മൾ അവസാനം എവിടേക്ക് എത്തും? ഇസ്ലാം പറയുന്ന, മതം പറയുന്ന സിസ്റ്റത്തിലേക്ക് എത്തും. നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് ടുഗദറിലെ പ്രശ്നം പരിഹരിച്ച് അവസാനം കണ്ടെത്തി
എന്നാൽ കല്യാണം തന്നെയാണ് നല്ലതെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇസ്ലാം പറയുന്ന സ്ഥലത്തിലേക്ക് എത്തേണ്ടി വരും. ആ പരിഹരിക്കാനുള്ളൊരു കാലതാമസത്തിലേക്ക് നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഫിഡൻ്റ് ആവാൻ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന് തൗഹീദ്, അഥവാ അള്ളാഹു ഉണ്ടെന്നും അവൻ ഏകനാണെന്നുള്ള വിശ്വാസം. 2 റിസാലത്ത്. എന്താ റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് വിശ്വസിക്കുക, ഉറപ്പിക്കുക. 3 എന്താണ്? ആഖിറത്ത്. 3 എന്താണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ആഖിറത്ത് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പരലോകം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്നെ ഇങ്ങോട്ട് അയച്ച എൻ്റെ റബ്ബ് നാളെ ഞാൻ അവനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവൻ എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും അവൻ എന്നോട് ചോദിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം. ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. ഈ ബോധ്യമുണ്ടെങ്കിൽ എന്നെ പടച്ചവനാണ് സൃഷ്ടിച്ചത്, അവൻ എന്നെ ശരിയിലേക്ക് നയിക്കാൻ പ്രവാചകൻ അയച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നാളെ എൻ്റെ പടച്ചവൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോകും, അവൻ എന്നോട് ചോദ്യം ചോദിക്കും, അവൻ എനിക്ക് സ്വർഗവും നരകവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു നിലക്കും നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങളും അവരെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാം മുഴുവനായി ശരിയാണെന്ന് മനസ്സിലാക്കുന്നതിനൊപ്പം ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഓരോ വിഷയങ്ങളിലും പല ചോദ്യങ്ങളും പല സംശയങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. ആ സംശയങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യങ്ങളെ നേരിടേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. സമയം എത്രയായി? 5:30 ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇസ്ലാമിനെതിരുള്ള ഒരു ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺഫിഡൻറ്റ് മുസ്ലിമായിരിക്കെ തന്നെ ഈ തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇസ്ലാം പറയുന്നത് എന്താണ്, അതാണ് ഏറ്റവും വലിയ ശരി. അതിനപ്പുറത്തേക്ക് പറയുന്ന, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട കാര്യങ്ങൾ പലതും എന്താണ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പലതും നമ്മൾ തെറ്റിലേക്ക് നയിക്കാനുള്ള ആശയമാണ്. ആ കൊണ്ടുവന്നിടുന്ന ആളുകൾക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലെ പല വിഷയങ്ങളും പറ്റി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ കാലത്ത് നമ്മുടെ മുന്നിലേക്ക് ഇത്രത്തോളം അറിവുകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളെ പറ്റിയിട്ടും പലതരത്തിലുള്ള ഡൗട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബേസിനെ പറ്റി മനസ്സിലാക്കണം. ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യാന്നറിയോ, ആ ചോദ്യത്തെ അതുപോലെ അങ്ങ് എടുക്കും. നമ്മൾ അതാണ് ശരിയെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം നേടാൻ നമ്മൾ എന്ത് ചെയ്യും, നടക്കും. അങ്ങനെ നടക്കാവുന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഫസ്റ്റ് ആദ്യം ഇസ്ലാം മുഴുവൻ ശരിയാണെന്ന ബോധ്യം നമുക്ക് വേണം. അള്ളാഹു ഉണ്ടെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള ഉറച്ച ബോധ്യം വേണം. ഇനി അത് തെളിയിക്കാൻ വേറെ വഴികളുണ്ട്. ഞാൻ ആ വിഷയത്തിൽ മാത്രം 1.5-2 മണിക്കൂറൊക്കെ സംസാരിക്കാനാണ്. എങ്ങനെ ഇസ്ലാം ശരിയാണെന്ന ഒബ്ജക്റ്റീവിൽ തെളിയിക്കുക. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളതും അള്ളാഹു ഏകനാണ്, അവനുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കാവുന്ന വിഷയം, യുക്തിപരമായി തെളിയിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളത്. അതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, അത് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ട ഒരാൾ, ഇസ്ലാം മുഴുവനായിട്ട് അള്ളാഹുവിൻ്റെ അടുത്താണ്, ഒരു സംശയം നമുക്കില്ല. പക്ഷെ ഇസ്ലാമിനുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിൽ പല വിമർശനങ്ങളും പല ആളുകളും പറയുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യനെ ഒന്ന് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ബേസിക്കായിട്ട് ക്വസ്റ്റ്യനിങ് ദ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യനിങ് ദ ക്വസ്റ്റ്യൻസ്? ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുക. ഒരു ചോദ്യം ശരിയാണോ, അത് പ്രസക്തമായ കാര്യമാണ്. ചോദ്യം ശരിയാണോ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് 2 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഫാക്ച്വലായ അല്ലെങ്കിൽ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട യുക്തിപരമായ ചോദ്യങ്ങൾ. അതിന് ഒറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ. അഥവാ ഫാക്റ്റുകളെ പറ്റിയായിരിക്കും ചോദ്യം. ഇപ്പോൾ 1 കൂട്ടിയാൽ എത്രയാണ്? 2. അതിന് വേറെ ഉത്തരമുണ്ടോ?
വേറെ ഉത്തരമല്ല, ഒറ്റ ഉത്തരം അതിനുള്ളൂ. അതാണ് ലോജിക്കലായ ചോദ്യങ്ങൾ. ചില ഇമോഷണൽ ചോദ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില സോഷ്യൽ ചോദ്യങ്ങളുണ്ടാവും. അതിന് ഉത്തരം സബ്ജക്റ്റീവായിരിക്കും. ഇപ്പോൾ നീലയാണോ കറുപ്പാണോ നല്ല നിറം? ഏറ്റവും നല്ല നിറം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. കറുപ്പെന്ന് പറയുന്ന ആളുകളുണ്ട്, നീല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനൊരു വ്യക്തമായ ഉത്തരം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ സബ്ജക്റ്റീവായ ഉത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ പല സബ്ജക്റ്റീവായ വ്യക്തിപരമായി ഉത്തരങ്ങൾ മാറുന്ന ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും രണ്ട് തരത്തിലാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോജിക്കലായി ഒറ്റ ഉത്തരം മാത്രമുള്ള ചോദ്യം. ഒരു ചോദ്യം വരികയാണ്, ഇപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യം. ദൈവത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാറുള്ള ചോദ്യമാണ്, വലിയ ചോദ്യമായിട്ട് കൊണ്ടുവരാറുള്ളതാണ്. അള്ളാഹുവിന് അല്ലെങ്കിൽ സർവശക്തനായ പടച്ചവന് പൊക്കാൻ കഴിയാത്തൊരു പാറ പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമോ? ചോദ്യം ക്ലിയർ ആണോ? പടച്ചവന് പൊക്കാൻ പറ്റാത്തൊരു പാറ പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അതാണ് ചോദ്യം. പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പാറ ഉണ്ടാക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായോ? പടച്ചവന് പൊക്കാൻ കഴിയാത്തൊരു പാറ പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമോ? ചോദ്യം വളരെ സിമ്പിളല്ലേ? ചോദ്യം സിമ്പിളല്ലേ? മനസ്സിലായില്ലേ? ഒരു പാറ, ആ പാറ ആർക്ക് വെക്കാൻ പറ്റില്ല? പടച്ചവന് വെക്കാൻ പറ്റില്ല. ആ ഒരു പാറ പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമോ? യെസ് എന്ന അഭിപ്രായമുള്ള ആളുകൾ, പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുന്ന അഭിപ്രായമുള്ള ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇല്ല, ആർക്കും അഭിപ്രായമില്ല. അപ്പോൾ പടച്ചവന് ആ പാറ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരാൾക്ക് അഭിപ്രായമുണ്ട്. ആ പാറ പടച്ചവന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, പറ്റുന്ന അഭിപ്രായമുള്ള ആളുകൾ. ഒരാൾക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ. രണ്ടാൾക്ക് അഭിപ്രായമുണ്ട്. ഒരെല്ലാവരും അഭിപ്രായം പടച്ചവനെ പാറ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? പടച്ചവൻ സർവശക്തനല്ലേ? അപ്പോൾ പടച്ചവനെ പാറ ഉണ്ടാക്കാൻ പറ്റണ്ടേ? അവർ രണ്ടുപേരും പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ പടച്ചവനെ പാറ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാറ പൊക്കാൻ പടച്ചവന് പറ്റുമോ? അപ്പോൾ പടച്ചവന് പൊക്കാൻ പറ്റാത്ത പാറ ഉണ്ടാക്കേണ്ടത്. ഈ പടച്ചവന് പൊക്കാൻ പറ്റുന്ന പാറയാണെങ്കിലോ നമ്മൾ പറഞ്ഞ പാറ ഉണ്ടായി കഴിഞ്ഞോ? നമ്മൾ പറഞ്ഞ പാറ എങ്ങനത്തെ പാറയാണ്? പടച്ചവന് പൊക്കാൻ പറ്റാത്ത പാറയാണ്. ഇനി ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം എന്താണ്? പടച്ചവന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? പറ്റും, പക്ഷെ പൊക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ആ പാറ ആയിട്ടില്ലല്ലോ. ആക്ച്വലി ഇതാണ് ചില ചോദ്യങ്ങൾ. ഇത് ട്രിക്കി ക്വസ്റ്റ്യൻസിന് പീക്ക് ലെവൽ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ആർഗ്യുമെൻ്റ് അഗെയിൻസ്റ്റ് ഗോഡായിട്ടൊക്കെ ചോദിക്കുന്ന ആളുകൾ കേട്ടോ. അതിപ്പോൾ ഇത് രണ്ട് ഉത്തരം പറഞ്ഞാലും പടച്ചവന് പൊക്കം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്തായി? ആ പാറ പടച്ചവന് പൊക്കാൻ പറ്റില്ല എന്നായി. ഇനി പടച്ചവന് ഈ പാറ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായി? ആ പാറ ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ ഒരു പടച്ചവനെ സാധ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി ദിസ് ക്വസ്റ്റ്യൻ ഈസ് റോങ്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പടച്ചവന് വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമോ? വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ എന്താ ആൻസർ എന്താണ്? ദ ക്വസ്റ്റ്യൻ ഈസ് റോങ്. വട്ടത്തിലുള്ള ത്രികോണം എന്നുള്ളൊരു സാധനം കൺസെപ്റ്റ് എന്തല്ല, പോസിബിൾ അല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു സാധനം ത്രികോണമാകുന്നത് എപ്പോഴാണ്? 3 കോണുകളും 3 വശങ്ങളും മാത്രമുള്ളപ്പോഴാണ്. 3-ൽ കൂടുതലോ കുറവോ കോണുകൾ ഉണ്ടെങ്കിൽ എന്തല്ല? ത്രികോണമല്ല. 3-ൽ കൂടുതലോ കുറവോ വശങ്ങളുണ്ടെങ്കിലോ എന്തല്ല? ത്രികോണമല്ല. എന്നാൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വശങ്ങളുണ്ട് അതിന്? വശങ്ങളുമില്ല, കോണുകളുമില്ല. വാവ്, അതിന് കോണുകളുമുണ്ട്, വശങ്ങളുമുണ്ട്. സർക്കംഫറൻസിലെ എല്ലാ പോയിന്റുകളും സർക്കിളിൻ്റെ സൈഡുകളാണ്. സർക്കംഫറൻസ് പറഞ്ഞാൽ എന്താ? ഇതാണ് സർക്കിൾ, ഇതാണ് സർക്കംഫറൻസ്. മനസ്സിലായോ? ഇതിലെ ഓരോ കുത്തുകളും എന്താണ്? സർക്കിളിൻ്റെ എന്താണ്? കോണോ? സൈഡ്സാണ്. അപ്പോൾ എത്ര സൈഡുകളുണ്ട്? ഇൻഫിനിറ്റി സൈഡ്സ് ഉണ്ട്. അറ്റമില്ലാത്തത്ര സൈഡ്സ്, അറ്റമില്ലാത്തത്ര കഷ്ണങ്ങളാക്കാൻ പറ്റും. അപ്പോൾ എത്ര കോണുകൾ ഉണ്ടാവും?
ഇൻഫിനിറ്റി സൈഡ്സ് ആണെങ്കിൽ എത്ര കോൺ ഉണ്ടാവും? ഇൻഫിനിറ്റി കോണുകളുണ്ടാവും, അറ്റമില്ലാത്തത്ര കോണുകളുണ്ടാവും. അപ്പോൾ ഒരു ഷേപ്പിന് ഒരേ സമയം 3 കോൺ മാത്രമേ ഉള്ളൂ, എന്നാൽ ഇൻഫിനിറ്റി കോൺ ഉണ്ടേനു, പറ്റുമോ? പോസിബിൾ ആണോ? അല്ല. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. പടച്ചോൻ ഉണ്ടാക്കാൻ പറ്റാത്ത പാറ എന്തുപോലെയാണ്? പടച്ചോൻ ഉണ്ടാക്കാൻ പറ്റാത്ത പാറ എന്ന് പറയുന്ന സാധനം എന്തുപോലെയാണ്? ഈസ് ലൈക്ക് വട്ടത്തിലുള്ള ത്രികോണം. കാരണം എന്താ? പടച്ചോൻ ഉണ്ടാക്കാൻ പറ്റാത്ത പാറ എന്ന് പറഞ്ഞാൽ പടച്ചോൻ എന്നുള്ള സ്ഥലത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിനും കഴിയുന്ന ആളെന്നുള്ളതല്ലേ, സർവശക്തൻ എന്നുള്ളതല്ലേ. അപ്പോൾ സർവശക്തന് ഉണ്ടാക്കാൻ പറ്റാത്ത, ആ പ്രയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? സർവശക്തന് ഉണ്ടാക്കാൻ പറ്റാത്ത ഈ ഒരു സെൻറ്റൻസ് വെക്കുക, ഇത് ചേർന്ന് നിൽക്കുമോ? ഒന്നുകിൽ പറ്റാത്ത എന്നുള്ള സാധനം മാറ്റണം, കാരണം അത് ആരാ ഇവിടെ ഉള്ളത്? സർവശക്തൻ. പറ്റാത്ത എന്നുള്ളത് മാറ്റണം. ഈ പറ്റാത്ത എന്നുള്ള വേർഡ് ഇവിടെ വെക്കുകയാണെങ്കിൽ എന്ത് മാറ്റണം? കാരണം ഇത് രണ്ടും ഒപ്പം നിലനിൽക്കുമോ? സർവശക്തന് പറ്റാത്ത കഴിഞ്ഞു, ആ സാധനമല്ല, അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇറ്റ്സ് ലൈക്ക് വട്ടത്തുള്ള ഒരു കോണം. മനസ്സിലായോ? ലാസ്റ്റ് ബസ് കഴിഞ്ഞിട്ടുള്ള ബസ് ഉണ്ടോ? അങ്ങനെ ഒരു ബസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ബസ്സാണോ നേരത്തെ പറഞ്ഞത്? അല്ല. ഇനി ഇത് ഫസ്റ്റ് പറഞ്ഞ കാര്യം ലാസ്റ്റ് ബസ്സാണെങ്കിൽ കഴിഞ്ഞിട്ട് ബസ് ഉണ്ടാവുമോ? സിമ്പിളാണ്. ലാസ്റ്റ് ബസ് കഴിഞ്ഞിട്ടുള്ള ബസ്സുകൾ പ്രയോഗമേ പോസിബിൾ അല്ല. കാരണം ആ പ്രയോഗം സാധ്യമാവണമെങ്കിൽ രണ്ടിലൊരു പ്രയോഗം മാറ്റണം. അപ്പോൾ സർവശക്തിന് പൊക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ രണ്ടിലൊരു പ്രയോഗം മാറ്റണം. ഏത്? ഒന്നുകിൽ അല്ലെങ്കിൽ പറ്റാത്തതെന്ന് മാറ്റണം. ഇസ് ഇറ്റ് ക്ലിയർ? നല്ലൊരു ക്ലാസ്സിൻ്റെ ആ സംശയമായിട്ട് പോയോ? ഇത് കൺഫ്യൂഷൻ ആരുമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ആർക്കുമല്ലോ. ഇതാണ് ലോജിക്കൽ ക്വസ്റ്റ്യൻ. ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ചില ചോദ്യങ്ങളിൽ ഉത്തരം എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ക്വസ്റ്റ്യനിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈ ചോദ്യം ശരിയാണോ നമ്മൾ ഫസ്റ്റ് ആലോചിക്കണം. ഈ ക്വസ്റ്റ്യൻ ശരിയാണോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആലോചിക്കണം. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചിലതിൽ ചോദ്യമേ തെറ്റായിരിക്കും, ലൈക്ക് ദിസ്. ഇത് ലോജിക്കൽ ക്വസ്റ്റ്യനാണ്, ഇത് ഒറ്റുത്തരം മാത്രമുള്ള ചോദ്യമാണ്. ഇനി സം ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ നിലപാട് മനസ്സിലാവുന്ന ഒരു ചോദ്യം ചോദിക്കാം. ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ വലിയ വിവേചനമുണ്ട്. ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം ഒരു ഉപ്പ മരണപ്പെട്ടാൽ ഉപ്പയുടെ സ്വത്ത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണോ കിട്ടുക? അല്ല. ആർക്ക് കൂടുതൽ കിട്ടുക? എത്ര കിട്ടും കൂടുതൽ? സ്ത്രീക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി കിട്ടും. അതുകൊണ്ട് എന്താണ് ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ വിവേചനമുണ്ട്. ഈ ഒരു വിമർശനത്തെ നമ്മൾ എങ്ങനെ കാണുക? ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീകോഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനുള്ളൊരു മറഞ്ഞിരിക്കുന്നൊരു ധാരണ ഉണ്ട്. എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ് എന്ത്? നീതി. ഇതാണ് നീതി എന്നാണ് എന്ത് ഈ ക്വസ്റ്റ്യനുള്ളിൽ ഒരിഞ്ഞിരിക്കുന്നൊരു ധാരണ. നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് അതിനെയാണ്. ഒരു സാധനം രണ്ടുപേർക്കുമിടയിൽ ഒരുപോലെ വീതിക്കുന്നതാണോ എപ്പോഴും നീതി? അല്ലേ? എപ്പോഴും നീതി ആവില്ല. എപ്പോഴൊക്കെയാണ് നീതി അല്ലാതിരിക്കുക? എൻ്റെ മുന്നിൽ 2 വിദ്യാർത്ഥികളുണ്ട്, എൻ്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. ഞാൻ ഇതെങ്ങനെ വീതിക്കുന്നതാണ് നീതി? രണ്ടുപേർക്കും ഓരോന്ന് കൊടുക്കുന്നതാണ് നീതി. എൻ്റെ കയ്യിൽ 3 ആപ്പിളുകളുണ്ട്, ഒരാൾക്ക് ഞാൻ 2 കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. നീതിയാണോ? അല്ല. എന്നാൽ നിങ്ങളാരും അറിയാതെ 2 ആപ്പിൾ കൊടുത്ത ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലെ 1 ആപ്പിൾ പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്, അവന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് നീതിയാണോ? അല്ലയോ? ആണ്. അപ്പോൾ കൊടുക്കുന്നത് വെച്ച് മാത്രം നീതി അളക്കാൻ പറ്റുമോ? കൊടുത്തത് വെച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞു എന്നത് കൂടി നോക്കിയിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ? നീതിയാണോ അല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? അത് കൊടുക്കുന്നത് മാത്രമല്ല, കൊടുത്തത് വെച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് കൂടി എന്താണ്? നീതിയാണോ അല്ലെന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുത്താലേ നീതി ആവുള്ളൂ. എപ്പോൾ? 2 പേർക്കും ഒരേ ഡ്യൂട്ടിയാണ് ഫിനാൻഷ്യലി ഉള്ളതെങ്കിൽ, 2 പേർക്കും ഫിനാൻഷ്യലി ഒരേ ഡ്യൂട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ 2 പേർക്കും ഒരേപോലെ കൊടുത്താലേ നീതി ആവുള്ളൂ. ഇസ്ലാം 2 പേർക്കും ഒരേ ഫിനാൻഷ്യൽ ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്? ആണോ? ഇപ്പോൾ ഒരു സ്ത്രീക്കും പുരുഷനും കിട്ടിയ സമ്പത്ത് വെച്ചിട്ട് സ്ത്രീ എന്തൊക്കെ ചെയ്യണം, ആരുടെയൊക്കെ ചിലവ് നോക്കണം? ഓക്കെ,
സ്ത്രീക്ക് ഈ ഒരു അനന്തരാവകാശ സ്വത്ത് കിട്ടി, പ്ലസ് അവൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ ശമ്പളം കിട്ടി. ഇവൾ ആരുടെയൊക്കെ ചിലവുകൾ നോക്കണം? അവളുടെ ഭർത്താവിൻ്റെ ചിലവ് നോക്കണോ? വേണോ? മക്കളുടെ ചിലവ് നോക്കണ്ടേ? വേണ്ടേ? അവളുടെ ചിലവ് നോക്കണ്ടേ? സ്വന്തം ചിലവ് വേണ്ടേ? സ്വന്തം ചിലവ് നോക്കണ്ട. സ്ത്രീകൾ ആരുടെയൊക്കെ ചിലവ് നോക്കണം? കുടുംബത്തിൻ്റെ അല്ലേ കുറച്ച്, പിന്നെ മാതാപിതാക്കളെ, പിന്നെ പിന്നെ ആരുടെയൊക്കെ ചിലവ് നോക്കണം? ഇവരുടെ ആരുടെയെങ്കിലും നോക്കാനുള്ള ബാധ്യത സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തിട്ടുണ്ടോ? സ്വന്തം ചിലവ് പോലും നോക്കാനുള്ള ബാധ്യത എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്നില്ല. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഭർത്താവിൻ്റെ. ഈവൻ ഭർത്താവിനേക്കാൾ സമ്പത്ത് ഭാര്യക്കുണ്ടെങ്കിൽ പോലും ഭാര്യയുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ആരാണ്? ഭർത്താവാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരേ സമ്പത്താണോ അനന്തരാവകാശത്തിൽ കൊടുക്കുക? ഉപ്പ മരണപ്പെടുന്ന വേളയിൽ മാത്രം കേട്ടോ. ഉപ്പ മരണപ്പെടുന്ന വേളയിൽ അല്ലാത്ത വേളയിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട് അനന്തരാവകാശത്തിൽ. ഒരു ഉപ്പയുടെ സ്വത്ത് വീതിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി എന്നുള്ള കാര്യം. അവിടെ അങ്ങനെയാണോ വീതിക്കപ്പോൾ? ഉത്തരവാദിത്തങ്ങൾ ഈ വിധമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കുട്ടിക്ക് ആപ്പിൾ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കൂടുതൽ ആപ്പിൾ കൊടുക്കണം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള തെറ്റെന്തായിരുന്നു? ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ് നീതി എന്നുള്ള അടിസ്ഥാന ചിന്തയായിരുന്നു പ്രശ്നം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തെ തിരിച്ച് ചോദ്യം ചെയ്യണം. ക്വസ്റ്റ്യനിങ് ദ ക്വസ്റ്റ്യൻസ്. ആ ചോദ്യത്തെ തിരിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കുള്ളൂ? ഇതിനുള്ളിൽ വേറൊരു പ്രശ്നമുണ്ടെന്നും